നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഭാനുമതി മുത്തശ്ശിക്ക്. കാരണം വൈജ 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച കുഞ്ഞു മരിച്ചു പോയിട്ടില്ല. അതിനേക്കാളുപരി ബാലേന്ദ്രന് വൈജയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. വൈജ നേരത്തെ ഒന്ന് പ്രസവിച്ചാന്നുള്ള കാര്യങ്ങളൊക്കെ. ദൈവമേ, ഇതൊക്കെ കേട്ടിട്ടാണ് ബാലേന്ദ്രൻ്റെ അസുഖം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ജീവിതം താർന്നതെന്നൊക്കെ. ആ സമയം ഗംഗാധരൻ ഭാനുമതി അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. എടാ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വൈജയുടെ ജീവിതം താർന്നില്ലേ? 3 കുഞ്ഞുങ്ങളുള്ളല്ലേ എന്ന് ചോദിച്ചു. അമ്മേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ബാലേന്ദ്രനും വൈജ ഒരേപോലെ തെറ്റ് ചെയ്തല്ലേടാ. അപ്പം ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിച്ചിട്ട് കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ശ്രമിക്കേണ്ടത്. അമ്മയ്ക്ക് എന്താ തോന്നേ? ബാലേന്ദ്രൻ ക്ഷമിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ല, ബാലേന്ദ്രൻ ക്ഷമിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവനും ഉണ്ടല്ലോ, ഒരു മോളുണ്ടല്ലോ എന്ന് പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അവിടെയാ അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറയാണ്. ബാലേന്ദ്രനെ അമ്മ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാനുമതി അമ്മ ചോദിച്ചു, അതെന്താടാ അങ്ങനെ നീ പറഞ്ഞത്? നമ്മളെല്ലാം ബാലേന്ദ്രൻ പൊട്ടം കളിപ്പിക്കുമായിരുന്നു പറയാണ്. പൊട്ടം കളിപ്പിക്കുമായിരുന്നോ? ബാലേന്ദ്രൻ പറഞ്ഞ കള്ളക്കഥ എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചു. അലീന ബാലേന്ദ്രൻ്റെ മോളാന്ന് പറഞ്ഞേ. പക്ഷേങ്കിൽ സത്യത്തിൽ ബാലേന്ദ്രൻ്റെ മോളല്ലമ്മേ അലീന എന്ന് പറഞ്ഞു. എടാ ഗംഗാധര, നീ എന്തൊക്കെ പറയണേ? ബാലേന്ദ്രൻ്റെ മോളല്ല അലീനെങ്കിൽ പിന്നെ എന്തിനാ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മോൾ അലീനയെന്ന് പറഞ്ഞുകൊണ്ട് അവളെവിടെ കയറ്റി പാർപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നേ? അതിൻ്റെ പേരിലാണല്ലോ വൈജയന്തി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എങ്കിൽ പിന്നെ മോളല്ലെങ്കിൽ പിന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? എങ്ങനെ പറഞ്ഞു വിടുമേ? അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു വിട്ടാലും നമുക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയണം. നമുക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലെന്നോ? അതേമേ, വൈജയന്തി 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച മോളുണ്ടല്ലോ, ഒരു പെൺകുട്ടിയെ പ്രസവിച്ചെന്ന് പറഞ്ഞല്ലോ. ആ കുഞ്ഞാണ് ഇപ്പോൾ വളർന്നു വലുതായി അലീനയായിട്ട് കടപ്പാട്ടൊരു വീട്ടിൽ ബാലേന്ദ്രൻ്റെ മോളായിട്ട് നിൽക്കണേന്ന് പറയണം. ഇത് കേട്ടതും ഒരു വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് കേട്ടതുപോലും വിശ്വസിക്കാനാവാതെ ഭാനുമതിയമ്മ ബാലേന്ദ്രനെ നോക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാണ് ഗംഗാധരൻ നീ പറയണേ? സത്യമാണോന്ന് ചോദിച്ചു. സത്യം പറയണേന്ന് പറഞ്ഞു. എൻ്റെ ഭഗവതി, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? ദൈവമേ. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പം എനിക്കും ശിവനും രാജീവനും ഒക്കെ ആ കാര്യങ്ങളറിയാം. കമലയ്ക്കോ അങ്ങനെയൊന്നും അറിയില്ല. അല്ലെങ്കിലും കമലയ്ക്ക് അറിയുന്നുണ്ടായിരുന്നല്ലോ വൈജയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പിന്നെ അലീന ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കടപ്പാട്ട് വീട്ടിലേക്ക് വന്നത്. തൻ്റെ പെറ്റമ്മയാണ് വൈജ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട്. എന്നിട്ട് അവളിതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പലപ്പോഴും അവളെ ബാലേന്ദ്രനെ വെച്ച് ഓരോ കള്ളക്കഥകൾ വരെ വൈജയന്തി ഉണ്ടാക്കി. എന്നിട്ട് പോലും അവളതൊന്നും വിളിച്ചു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? തൻ്റെ അമ്മയുടെ ജീവിതം തകരില്ലെന്ന് കരുതിയിട്ട്. പക്ഷേ ഇത് ബാലേന്ദ്രൻ കണ്ടുപിടിച്ച കാര്യമാണ്. ഇപ്പം ഈ കാര്യങ്ങൾ കൃഷ്ണമോൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ വൈജയ്ക്ക് അറിയില്ല. വൈജയുടെ ജീവിതം തകരില്ലല്ലോ എന്ന് കരുതിയിട്ട് അലീനയൊന്നും മിണ്ടായിരുന്നേ. പക്ഷേ ബാലേന്ദ്രൻ ഇതിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ ജീവിതം പിന്നെ എങ്ങനെയാവുമെന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടോ? ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ബാലേന്ദ്രനെ ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടെങ്കിലും പോകത്തുള്ളെന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, നമ്മളൊക്കെ അവളുടെ കണ്ണിൽ ശത്രുക്കളായിരിക്കും. അവളുടെ കുഞ്ഞു മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ടല്ലേ ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അല്ല, അന്ന് ആ കുഞ്ഞു മരിച്ചു പോയെന്നാണല്ലോ രാവണിമേനോൻ പറഞ്ഞേ. അതന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയുടെ ആങ്ങളല്ലേ പറഞ്ഞത്. അത് പക്ഷേ ഒരു പിടിച്ചു നിൽപ്പിന് വേണ്ടി പറഞ്ഞതായിരുന്നു. ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അച്ഛൻ അതുകൊണ്ടാണ് അലീനയെ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. എവിടെ എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടും അച്ഛന് കാര്യങ്ങൾ അറിയായിരുന്നു. വൈജയുടെ മോളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു. ദൈവമേ, എന്നിട്ടോ ആ കുഞ്ഞിനോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ കാരണം ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. ഭാനുമതി മുത്തശ്ശി ഇരുന്ന് കരയുവാണ്. ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഗംഗാധരൻ പറഞ്ഞു. ഇനിയിപ്പോൾ വൈജയെ അറിയാൻ നോക്കണം. കമലയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ രോഹിത്തിനും ബബിതയ്ക്കും ഹരിക്കൊന്നും അറിയില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ പല സംശയങ്ങൾക്കും ഇട നൽകുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഗംഗാധരൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. മുത്തശ്ശി ആകെപ്പാടെ തകർന്നുപോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതേ സമയത്ത് ഹരിശങ്കർ പോയി രോഹിത്തിനെയും ബബിതയും രഞ്ജുനെയും ഒക്കെ വിളിച്ചു. ടെറസിൽ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ബബിത ചോദിച്ചു, എന്താ ഹരിയേട്ടാ, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. എന്തിനാന്നോ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴേക്ക് രോഹിത് ചോദിച്ചു എന്ത് കാര്യങ്ങൾ? അല്ല ഇന്നലെ വരെ അലീനെ അവിടുന്ന് അടിച്ചിറക്കി വിടാനായിട്ട് ഇരുന്ന കൊല്ലപ്പള്ളിക്കാർ, അതായത് എൻ്റെ അച്ഛനും വലിയച്ഛനും ചെറിയച്ഛനും എല്ലാവരും കൂടെ കൂടിയിട്ട്, എന്നിട്ട് ഇപ്പോഴോ അവർ നേരെ പ്ലേറ്റ് മറിച്ചിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അലീനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല. അലീനയെ സഹോദരിയായിട്ട് കാണണം, എൻ്റെ ചേച്ചിയായിട്ട് ഞാൻ കാണണം പോലും. അപ്പോഴേക്കും രഞ്ജു പറഞ്ഞു അതെങ്ങനെ ശരിയാവും? അതാ മനസ്സിലാവാത്തെ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് അച്ഛനും ചെറിയച്ഛനും ഒന്നും പറയണില്ല. നിന്റെ ജോലി പഠിക്കുമല്ലേ, നീ പഠിച്ചാൽ മാത്രം മതി, ഭാരിച്ച് ജോലിയൊന്നും എടുത്ത് തലേ വെക്കണ്ടെന്ന്. രോഹിത് പറഞ്ഞു അവളെ ഞാൻ സഹോദരിയായിട്ട് ഞാൻ കാണണമല്ലേ, ഞാൻ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഹരി വേണേ കണ്ടോളാൻ പറയണം. ഹരിശങ്കർ പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ. എനിക്ക് മനസ്സിലാത്ത കാര്യം ഇത്ര പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇത് എന്ത് സംഭവിച്ചെന്നാ. ഒറ്റ രാത്രിയും കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവളെ കടത്തിക്കൊണ്ട് പോന്നു, കിഡ്നാപ്പ് ചെയ്യുന്നു. പക്ഷെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അതായത് എൻ്റെ അങ്കിള് ഭാര്യേന്ദ്രൻ, എന്തെങ്കിലും കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടുണ്ടോയെന്ന്. ആ ഭീഷണിയുടെ പുറത്താന്ന് തോന്നേ ഇപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയണം. അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് എന്തൊക്കെയോ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പവിത പറഞ്ഞു അങ്ങനെ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പള്ളിക്കാരതിന് വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു എന്താ ഏതാണെന്നും അറിയത്തില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളറിയത്തില്ലാത്ത എന്തോ കാര്യങ്ങളുണ്ട്. ഹരിശങ്കർ പറഞ്ഞു ആദ്യം അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ പറയുന്ന വലിയച്ഛനും ഇളയച്ഛനും എല്ലാം അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായ ലക്ഷ്യം കാണുമായിരിക്കും. അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞിരുന്നല്ലേ ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടാകാൻ കാരണം എന്താ? അത് ശരിയാ, അവരെത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ആ സമയം രോഹിത്തിനോടും ബബിതയോടും ഹരി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു കാലത്ത് ആ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. അലീനെ പോയിട്ട് പോകാനിരുന്നിട്ടുണ്ടെങ്കിൽ അലീനെ ആ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകാനും പോകുന്നില്ല. ഇനിയിപ്പം നാണം കിട്ടും നിങ്ങൾ അവിടെ കയറി ചെല്ലേണ്ടി വരും, അവളുടെ അടിമയായിട്ട് കഴിയേണ്ടേ വരും. അല്ലെങ്കിൽ അവളെ എങ്ങനെയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്കണം. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കും, അവളുള്ള വീട്ടിലേക്ക് ഞാൻ പോകാനൊന്നും പോകുന്നില്ല. ബബിതയും പറഞ്ഞു ഞാനും പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന്. ഇതേ സമയത്ത് ഷെറിനെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ ആൽബിയുടെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ പാലാരിവട്ടത്തുനിന്ന് കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൽബിനെ അന്വേഷിച്ച് കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഏതാണെന്നും പറഞ്ഞില്ല. ആൽബി വീട്ടിലുണ്ടോയെന്നൊക്കെ ചോദിച്ചുള്ളൂ. അപ്പോൾ ഒന്ന് കാണാൻ വരാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാണാൻ വരാനെന്ന് പറഞ്ഞപ്പോൾ അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല, വരാനും പറയുകയും ചെയ്തു. പക്ഷേ ആരെ എന്താണെന്നും അറിയത്തില്ല. ഈ സമയം ആൽബിയുടെ അച്ഛന് പറഞ്ഞു അതെ എന്തോ എവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. പാലാരിവട്ടത്തുനിന്ന് ആൽബിനെ അന്വേഷിച്ച് കഴിഞ്ഞിടയ്ക്ക് കോൾ വിളിക്കുന്നു, ഇന്ന് അവർ കാണാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറയണം. പക്ഷെ അവർക്കറിയത്തില്ല ഷെറിൻ്റെ കുഞ്ഞെവിടെയാ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. മാമച്ചനാണ് ഫോൺ വിളിച്ചിരിക്കുന്നത്. അപ്പം മാമച്ചന് വന്ന് കാണണം, മാമച്ചന് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം. അപ്പോൾ കൊല്ലപ്പള്ളിയല്ല കൊല്ലത്താണ് ഷെറിനെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ആ വീട്ടിൽ ചെന്ന് വേണം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചിലപ്പം മോള് ജീവനോടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്നൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ ആലിബിയുടെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ആലിബിയെ കണ്ട് ചോദിക്കുകയാണ്, ഒരു പക്ഷേ അറിയുമായിരിക്കും. ഷെറിൻ്റെ വീട്ടുകാരും മറച്ചു വെച്ചാലും ആ കുഞ്ഞിനെ എവിടെ ഏത് ഓർഫനേജിൽ ഏൽപ്പിച്ചിരിക്കുന്ന അറിയുവാണെങ്കിൽ ആ കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ തങ്ങൾക്ക് വളർത്താലോ എന്നൊരു ചിന്തയായിരുന്നു മാമച്ചന് ഉള്ളിലുണ്ടായിരുന്നേ. ഓർഫനേജ് വളരേണ്ട കുട്ടിയല്ലല്ലോ, അതൊന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഗ്രേസമ്മയോട് പോരണ്ടാന്ന് പറഞ്ഞു. ഞാനും രേവതിക്കുട്ടും കൂടെ പോയിക്കൊള്ളാമെന്ന് മാമച്ചനാ പറഞ്ഞ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആലിബിനെ കാണാൻ പുറപ്പെടുവാണ്. ആ കുഞ്ഞെവിടെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ബാലേന്ദ്രൻ്റെ അരിയിലേക്ക് അലീന എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു അച്ഛാ ഞാൻ അമ്മയെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട, അവളെ നോക്കാൻ പോകണ്ട, അല്ലെങ്കിലും നീ ചെന്ന് നോക്കുന്ന അവൾക്ക് ഇഷ്ടമില്ലോ, പിന്നെ എന്തിനാ അലീന നീ വെറുതെ പാഴ്പണി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നെന്ന് ചോദിക്കും. അല്ല അച്ഛാ, അത് പിന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ, അമ്മയ്ക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ ഞാനല്ലേ നോക്കണ്ടേ, അത് അവളും കൂടെ കാണണ്ടേ. അവൾക്ക് വയ്യായികയാണെങ്കിലും അവളുടെ നാക്കിനൊരു കുറവില്ലാത്ത അവസ്ഥയാണ്. കണ്ടു ഇപ്പോൾ സർജറിയൊക്കെ ചെയ്തിട്ടിരിക്കുക. പക്ഷേ എങ്കിൽ താടിയിലൊക്കെ ശരിയായി കഴിയുമ്പോഴത്തേനും അവളുടെ നാക്കിന് നീളം നീ കണ്ടു. ഇപ്പം ഈ കിടന്ന് അനുഭവിക്കുന്നതിനൊക്കെ അവൾ നമ്മളോട് പകരം ചോദിക്കും. അവളുടെ വിചാരം നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ടാന്നാ. അവൾ വെല്ലുവിളികളുമായിട്ട് ഇറങ്ങും. വെറുതെ എന്തിനാന്ന് ചോദിച്ചു.
അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊന്നും സാരമില്ല അച്ഛാ, എന്താണെന്ന് വെച്ചാൽ എന്നെ പറഞ്ഞോട്ടെ, പക്ഷേങ്കിൽ എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, ഭവിതയെ രോഹിത്തിനെയും പോയി കൂട്ടിക്കൊണ്ട് വരണം, അവരെത്ര ദിവസം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു, അതെന്താണെങ്കിലും ഞാൻ തീരുമാനം എടുത്തിട്ടില്ല, അവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം അവിടെ നിന്ന് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ബബിതയുടെയും രോഹിത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണല്ലോ അവളുടെ അമ്മയെ നോക്കുക എന്നുള്ളത്. എത്ര ദിവസം എന്ന് വെച്ചാൽ സുലോചനയൊക്കെ മാറി മാറി നിൽക്കുന്നത്, ബബിതയൊക്കെ പോയാലും നോക്കട്ടെ, അവർക്കൂടെ കടമയുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അലീന അതിന് കൂടുതൽ മറുപടിയൊന്നും പറഞ്ഞില്ല. അലീനയ്ക്കറിയാം ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, കാരണം ഇത്രയും നാളും അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ കഴിയാനായിട്ടാണ് അലീനയ്ക്ക് ആഗ്രഹം. അലീന കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത് ബബിതേനെ രോഹിത്തിനെയൊക്കെ ഗംഗാധരനൊക്കെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അതെ, ബബിതയോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ നീ ഹോസ്പിറ്റലിൽ പോകണം, നിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത കോളേജിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, കോളേജിൽ ഇടയ്ക്ക് ഒരു ദിവസം ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ നിന്നാൽ മതി, അല്ലാത്ത ദിവസം കോളേജിൽ പോയിക്കോ, പക്ഷേ എല്ലാവരും മാറി മാറി ഇത്രയും ദിവസം നിന്നേ, ഇനിയിപ്പം അങ്ങനെ എപ്പോഴും ആർക്കും വന്ന് നിൽക്കാനൊന്നും പറ്റില്ല, നിൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ, നിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറയണം. ബബിതയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഹോസ്പിറ്റലിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അത് അമ്മയെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ബബിതയ്ക്ക്. ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഗംഗാധരനോട് മറുത്ത് പറയാനായിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ട്. ഇതേ സമയത്ത് ആൽബീനെ കാണാനായിട്ട് മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് വെയിറ്റ് ചെയ്യുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് ആൽബി വരുന്നത്. ആൽബി അവിടെ ഇല്ല, പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ പാലാരി പെട്ടെന്ന് വരുന്നേ ഇരിക്കാനൊക്കെ പറഞ്ഞ് അവരവിടെ ഇരിക്കുമായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ആൽബി അങ്ങോട്ട് വന്നു. ആൽബി വന്നിട്ട് ഏതാ ആരാന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇച്ചിരി സംസാരിക്കാറുണ്ട് എന്ന് പറയണം. ഒന്ന് പുറത്തേക്ക് വരുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു പറയണം. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് ആൽബിയുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് മാമച്ചന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൽബിച്ച് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മാമച്ചൻ ആ കാര്യം പറയണേ. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഷെറിൻ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൽബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു. ആൽബി വെച്ചു, അല്ല അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ, നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിച്ച് വന്നിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ഏതോ ഒരു ഓർഫനേജിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചെന്ന് അറിഞ്ഞല്ലോ, അല്ല ആ കുഞ്ഞിനെ നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടോ, ഷെറിൻ ചേച്ചിയായിട്ടുള്ള കല്യാണത്തിന് ശേഷം ആ കുഞ്ഞിനെ കാണാനായിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യമൊന്ന് ആൽബി പറഞ്ഞു, അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, എൻ്റെ ജീവിതം നശിച്ചു. അവൾ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യമൊന്നും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ വഞ്ചിക്കുകയോ ചെയ്തേ. എന്നിട്ടിപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചിട്ട് വരാൻ നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മാമച്ചോടും രേവതിക്കുട്ടിയോടും ദേഷ്യപ്പെടുവാണ്. ഇനി ആ കുഞ്ഞിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്താ, നിങ്ങൾക്ക് അതിനെടുത്ത് വളർത്താനാണെന്നൊക്കെ ചോദിക്കുക. ആ സമയം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. കാരണം ആൽബിയുടെ ദേഷ്യം അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആൽബിയുടെ ജീവിതം നശിച്ചു പോയത്. ഷെറിനിപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുവാണല്ലോ, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ. പക്ഷെ ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരാരാ എന്താന്നൊക്കെ ആൽബിക്ക് അറിയണം പോലും. ഒടുവിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. തങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് ഷെറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഷെറിൻ പ്രസവിച്ചതെന്നൊക്കെ പറയണം. ഇത് കേട്ടതും ആൽബി ഒരു ഞെട്ടലോടുകൂടി മാമച്ചനെ നോക്കുന്നുണ്ട്. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിനെക്കുറിച്ച് അറിയാനായിട്ട് വന്ന, പക്ഷേ ഇനി ആ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മാമച്ചനോടും രേവതിക്കുട്ടിയോടും പറയുമോയെന്ന് അറിയത്തില്ല. അതിനെ ഏത് ഓർഫനേജിൽ ഏൽപ്പിച്ചെന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. അത് ചിന്നമോളാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.